ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജി സ്റ്റാറിൻ്റെ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു അടിപൊളി കുഞ്ഞ് ബോക്സിനകത്താണ് ഈ സാധനം വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബോക്സിൽ നിന്ന് പുറത്തോട്ടെടുക്കാം. ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ BCBയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. കേട്ടോ, പുറകിലായാലും അങ്ങനെ തന്നെ, ബാക്കിലായാലും അങ്ങനെ തന്നെ, ഫ്രണ്ടിലായാലും അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു BCBയിലാണ് പ്രോഡക്റ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ റിവ്യൂയിലേക്ക് ഒന്ന് പോവാം. ബോക്സിൻ്റെ പുറത്തോട്ടെടുക്കുമ്പോൾ ഉള്ള ഒരു ബോർഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ബോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് കളറിലുള്ള ഒരു PCBയിലാണ് വരുന്നത്. പിന്നെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളൊരു ആദ്യത്തെ പ്രത്യേകത, ഇതിൽ 12 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. ഒരു 12 വോൾട്ട് കൊടുക്കുക, നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 12 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡിൽ നിന്ന് 12 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാം. അങ്ങനെ 12 വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടോൺ കൺട്രോൾ ബോർഡ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടോൺ കൺട്രോൾ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു 12 വോൾട്ട് ഔട്ട്പുട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോർഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ചിപ്പ് TPA3116 ആണ്. നോർമലി 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ വർക്ക് ചെയ്യുന്നൊരു സർക്യൂട്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആ ചിപ്പ് വരുന്നത്. ആ ചിപ്പിൻ്റെ ഒരു വർക്കിംഗ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ട് തൊട്ട് അല്ലെങ്കിൽ 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ട് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളൊരു മെൻഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. കാര്യം ഇത് 12 വോൾട്ട് മതിയാവും ഇത് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ 12 വോൾട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തു, ഇവിടെ ഒരു 12 വോൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗത്ത് 12 വോൾട്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്ററിൻ്റെ ആ ഒരു സൈഡിലോട്ട് വരുമ്പോൾ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 23.9 വോൾട്ട് കാണാൻ പറ്റും. കാര്യം ഇതിനകത്ത് ബൂസ്റ്റർ സർക്യൂട്ടും കൂടെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു ബൂസ്റ്റർ സർക്യൂട്ട് ഉണ്ട്, അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് 23 ആ ഒരു 12 വോൾട്ടിനെ 23 വോൾട്ടാക്കി അല്ലെങ്കിൽ 24 വോൾട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ ഇതിൽ മാക്സിമം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല ആംബിയർ കൊടുക്കണം എന്നുള്ളതാണ്. 12 വോൾട്ട് ഒരു 10-15 ആംബിയർ നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കും ഈ പറയുന്ന ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളിലോ കാറിലോ ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കാര്യം കാറിലും ഓട്ടോറിക്ഷയിലൊക്കെ 12 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അല്ല വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. 12 വോൾട്ട് കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഇപ്പോൾ 7 ആംബിയർ 10 ആംബിയറിൻ്റെയൊക്കെ SMPs 12 വോൾട്ടിൻ്റെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു SMPs മാത്രം വാങ്ങി ഇതിലോട്ട് കൊടുക്കുക, ഒരു ഓഡിയോ സിഗ്നൽ കൊടുക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആമ്പായിട്ട് ഇരിക്കുന്ന സാധനം ഇതാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പാട്ട് കേൾക്കാൻ യൂസ് ചെയ്യുന്നൊരു 2.1 ആംപ്ലിഫയർ എന്ന് പറയുന്ന സാധനം ഇതാണ്. കാര്യം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് വീട്ടിൽ വച്ച് പാട്ട് കേൾക്കുകയാണ്. ഇനിയിപ്പോൾ ടെക്നോളജി മാറി, ക്ലാസ് ഡിയുടെ ഒരു യുഗം നമ്മുടെ നാട്ടിൽ നേരത്തെ ഉള്ളതാണ്. ക്ലാസ് ഡി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ വന്നു തുടങ്ങിയത് ഈ ഒരു 2-3 വർഷത്തിനകത്താണ്. അതിലിപ്പം കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു വർഷത്തിലാണ് പ്രചാരത്തിൽ ഈ ഒരു സാധനം വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം, ഇതിനകത്ത് ഒരു 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, ഇവിടെ ഒരു 5 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 വോൾട്ട് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്തിനെന്ന് വെച്ചാൽ, USB മോഡ്യൂൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് USB മോഡ്യൂളിന് വേണ്ടി കൊടുക്കുന്നതിനാണ് ഈ ഒരു 5 വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഈ ഒരു ബോർഡ് ഇതിനകത്ത് നമുക്ക് 12 വോൾട്ട് കൊടുക്കുന്നു, 24 വോൾട്ട് ആകുന്നു, ആമ്പ് വർക്കാവുന്നു. അപ്പോൾ മാക്സിമം നമുക്ക് 50 വാട്ട്സിന് ഒരു സൈഡിൽ കിട്ടുന്നു. ലെഫ്റ്റ് റൈറ്റിന് 50 അങ്ങനെ ടോട്ടൽ 100 വാട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു 5 വോൾട്ടും വരുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല പ്രയോജനമുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഇവിടെയാണ് ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്, ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് 5 വോൾട്ട് എടുത്ത് ബ്ലൂടൂത്ത് മോഡ്യൂൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. വളരെ ഇതാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്പീക്കർ റൈറ്റ് ലെഫ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ട് നമുക്ക് വരുന്നത് ഇവിടെയാണ്. സ്പീക്കറിൽ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കാവും. അതായത് തിരിഞ്ഞു പോയാലും വർക്കാകുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പൊളാരിറ്റി മാറുമ്പോൾ സ്പീക്കറിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ രീതി മാറും. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിക്ക് നല്ലൊരു മാറ്റം വരും.
അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവും വളരെ കൃത്യമായിട്ട് നോക്കി കൊടുക്കുക എന്നുള്ളതാണ്. പൊതുവേ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത വളരെ കംപ്ലൈൻറ്റ് കുറഞ്ഞ ഒരു ആമ്പാണ് ഇതിൽ ഉപയോഗിക്കുന്ന ചിപ്പ്. വളരെ കംപ്ലൈൻറ്റ് കുറഞ്ഞ ചിപ്പാണ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ചിപ്പ് വയ്ക്കുന്ന ആംപ്ലിഫയറുകൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു ചിപ്പ് ഇളക്കി നോക്കിയതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ ചിപ്പ് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിപ്പ് നമുക്ക് സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്നൊരു ചിപ്പും കൂടെയാണ്. കൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടിച്ചു പോകാനായിട്ട് വേറെ ഒന്നുമില്ല. ആ കൂടെ ഉള്ള സാധനം ആ ചിപ്പ് മാത്രമാണ് അടിച്ചു പോകുന്നൊരു സാധനം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് പുക വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പുക വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിപ്പ് പോയി എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ ഇളക്കിയിട്ട് SMD സോൾഡറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ചിപ്പ് റീപ്ലേസ് ചെയ്ത് വീണ്ടും ഇത് വർക്ക് ചെയ്യിപ്പിക്കാമെന്നുള്ളതാണ്. ക്ലാസ് AB ആകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്നീഷ്യനെ കണ്ട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ SMD സോൾഡറിങ് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് കാണിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. ക്ലാസ് AB ആംപ്ലിഫയറുകളോ മോസ്ഫെറ്റ് ആകുമ്പോ ട്രാൻസിസ്റ്റർ ആകുമ്പോ ഏതായാലും നമ്മൾ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ നന്നാക്കാൻ പറ്റുന്നുണ്ട്, സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലാസ് Dയും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്കൊരു ചിപ്പ് കാണിച്ചു തരാം. ഈ സെയിം ചിപ്പ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ബോർഡിനകത്തും ഈ കാണുന്ന ഭാഗത്ത് വരുന്നത് ഇതേ സെയിം ചിപ്പ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ചിപ്പ് നമുക്ക് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ചിപ്പ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും. വലിയ വിലയൊന്നുമില്ല. ഇത് വാങ്ങിയ മറ്റേ SMD സോൾഡർ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക, അടുത്ത് പുതിയ ചിപ്പ് വയ്ക്കുക, ഹീറ്റ് ചെയ്യുക, അതിൽ പിടിപ്പിക്കുക, ആമ്പ് വർക്ക് ആവും. ഇത്രയും മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലൈൻ്റ് ആയാലും നന്നാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ സോൾഡറിങ് ഈ പറയുന്ന SMD സോൾഡറിങ് അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നന്നാക്കാനായിട്ട് പറ്റുന്നത്. അത് മാത്രമാണ് ഇതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്കുള്ളത്. പക്ഷേ അതങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്ന സാധനമൊന്നുമല്ല. വളരെ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകുന്ന ഒരു ഐറ്റമൊന്നും അല്ല. നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഓഡിയോ നല്ല അത്യാവശ്യം ബാസ് ട്രബിളൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു ബോർഡ് തന്നെയാണ്. പിന്നെ ബാസ് ട്രബിളും കൂടെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഊഫറൊക്കെ നല്ല രീതിയിൽ പഞ്ചിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോർഡും കൂടെ തന്നെയാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ നമ്മുടെ സ്മിജു എന്ന് ചേട്ടാ ഇത് വെച്ച് ആമ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ സ്മിജു ചേട്ടൻ ഇത് വെച്ചിട്ട് ആമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇത് കൊള്ളാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ലൊരു ആമ്പാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിലും അവൈലബിൾ ആണ്, ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിലും അവൈലബിൾ ആണ്. 2 കടയിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന ഗോൾഡൻ കളർ ബോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ G-സ്റ്റാറിൻ്റെ ബോർഡ്, ഈ ബോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം അവരെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, 1000 രൂപയ്ക്കകത്തുള്ള വിലയായിരിക്കും ഇതിന് വരുന്നത്. അത്രയൊന്നും വില കാണില്ല, അതിനകത്തുള്ളൊരു വില മാത്രമാണ് വരുന്നത്. കൃത്യമായിട്ടുള്ള വില ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വില അറിയണം എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. 1000 എന്നുള്ളത് ഞാൻ ഇതിന് 1000 രൂപ എന്നല്ല പറഞ്ഞത്, അതിനകത്തുള്ളൊരു വിലയായിരിക്കും ഇതിന് വരുന്നത്. പ്ലസ് ഒരു കൊറിയർ ചാർജും കൂടെ കാണും. അപ്പോൾ ഇത്രയും തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചേട്ടന്മാരാണെങ്കിൽ ഒരു മടിയും കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.